രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇലയുടെയായിരുന്നേ. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഈ മാവിൻ്റെ ഇലയും നാരങ്ങയും പഞ്ചസാരയും തണുത്ത വെള്ളവും കൂടെ മിക്സിക്കകത്തിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ വിചാരിക്കാത്തൊരു ടേസ്റ്റാണ്. നല്ല സൂപ്പറാണ് കേട്ടോ. പിന്നെ ദേ ഉച്ചയ്ക്ക് പുളിശ്ശേരിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും മീൻകറി, മീൻ സിലോപ്പിയാണ്. പിന്നെ മുരിങ്ങയ്ക്ക തോരനുമായിരുന്നു. അതൊക്കെ കൂട്ടി നല്ല സൂപ്പർ ഒരു ഊണൊക്കെയായിരുന്നു. പിന്നെ ദേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇപ്പം അക്ഷരങ്ങളൊക്കെ ചെറുതായിട്ട് മറന്നുപോയെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവരെയും നിരത്തി പിടിച്ചിരുത്തി എഴുതിക്കുകയാണ് കേട്ടോ. ഇത് പഞ്ചാരിക്കുട്ടി, ലഡുക്കുഞ്ഞ്, പിന്നെ ചില്ലൂട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മുറുക്കാണ്. എന്നിട്ട് സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ ഒരു 4:30 ആയപ്പോഴത്തേക്കിന് ഏത്തക്കാപ്പം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. നല്ല പരുവത്തിനുള്ള ഏത്തക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പഴുത്ത ഏത്തക്കയാണെന്നുണ്ടെങ്കിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറാണ് കേട്ടോ. ചൂടോടെ 2 ഏത്തക്കാപ്പമൊക്കെ അന്നേരം തന്നെ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കഴിച്ചതിന് ബാക്കി ഒരു ഏത്തക്കാപ്പം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ രാത്രി ദോശയും മീൻകറിയും കഴിച്ചതിൻ്റെ കൂട്ടത്തിൽ മീൻകറിയുടെ കൂടെ മുക്കി ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ അതത്ര കൂടി ടേസ്റ്റ് ആയില്ലായിരുന്നു. അല്ലാണ്ടാണ് കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ഷോർട്സിൽ കാണാം.